പുറത്ത് വേണ്ടി ഞാൻ സോറി പറഞ്ഞാൽ മതിയോ? സാറ് പറയണ്ട. അല്ലല്ലോ സാർ, ഭരത് സാർ ഇപ്പൊ സോറി പറയുന്നില്ല. സാറിനെ കൊണ്ട് നമ്മള് സോറി പറയിക്കുന്നില്ല, നമ്മളും പറയിക്കുന്നില്ല കേട്ടാ. നമ്മളല്ലാലും സാറിനെ കൊണ്ട് സോറി പറയിക്കുന്നില്ല കേട്ടാ. നീ പറയുന്നിടത്ത് നമ്മള് സാറിനെ കൊണ്ട് സോറി പറയിക്കുന്നില്ല. ഞങ്ങളടുത്ത് വണ്ടി കൊണ്ട് കുത്തിയിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്കത് എവിഡൻസ് നിങ്ങളടുത്ത് വന്ന് വണ്ടി കുത്തി നിങ്ങളെ അറസ്റ്റ് ചെയ്ത് എടുത്തോണ്ട് വന്നു. അതാണ് എന്നിട്ട് അതെ അന്നേരം ഞാൻ പറഞ്ഞു ഗ്യാപ്പില് നിങ്ങളെ പീഡി ഫുള്ള്, അതായത് നിങ്ങൾക്ക് എത്ര പീഡിയാണ് നിങ്ങളെ അന്നേരം ഉണ്ടായിരുന്നത് അവരെല്ലാരും അവിടെ എത്തി വിത്ത് ഹെലികോപ്റ്റർ. എന്നിട്ട് മനസ്സിലായേ സാറേ, അതായത് അവർ സിറ്റി ഫുള്ള് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെയല്ല ഞങ്ങളടുത്ത് ട്രീറ്റ് ചെയ്യണ്ടേ. ഞങ്ങളടുത്ത് നോർമലി ഒരു സിറ്റിസൺ അടുത്ത് എങ്ങനെയാണ് ചോദിക്കുന്നത് അതുപോലെയാണ് ചോദിക്കുന്നത്. ഞാനാണ് തെറ്റ് ചെയ്ത ആളെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, അവർ ചെയ്ത രീതി ശരിയായിട്ടില്ല. അവരെ ഇയാളെ കൊണ്ട് എന്നെ പീഡി വണ്ടി കേട്ടതിന് കഫ് ചെയ്ത് വണ്ടി കേട്ടതിന് മുന്നേ ഞാനാണ് പറഞ്ഞത് സാറേ എന്റെ ID കാർഡ് ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ ID കാർഡ് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ ID കാർഡ് ചെക്ക് ചെയ്യണം. അതുവരെ അവരുടെ ഇതല്ല എന്തേലേക്ക് ആ മേഡം ഉണ്ടായിരുന്നു. ആ മേഡം തന്നെയാണെന്ന് എനിക്കറിയില്ല. എന്താണ് സാറേ ഇത് മോശമല്ലേ ഇങ്ങനെ? വേണ്ട എക്സ്പ്ലനേഷൻ വേണ്ട, സാറിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട, സാറിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട. നമ്മൾ ഈ സാറിന് സംസാരിച്ചോളാം. ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കത് ശരിയായിട്ട് തോന്നിയില്ല, ഞങ്ങളുടെ കൂടുതലവർക്ക് ശരിയായിട്ട് തോന്നിയില്ല. അപ്പൊ ഞങ്ങള് റിയാക്ട് ചെയ്യണ രീതി ഇങ്ങനെ ആയിരിക്കും. വേറെ വണ്ടി ചെക്ക് ചെയ്യണ്ടോക്കെ ഡയറക്റ്റ് നമ്മുടെ വന്ന് 12 ഡൊമിറ്റോ മാത്രം. പിന്നെ മാർക്കോയും ഓക്കെ. ഡൊമിറ്റോ ഇതൊക്കെയാണ് അവിടെ നടന്നത്. കാരണം ഡൊമിറ്റോ ആണ് ചന്ദ്രനെ അറസ്റ്റ് ചെയ്തെന്നാണ് ഡൊമിറ്റോ എന്നോട് പറഞ്ഞത്. ഓക്കെ, അവിടെ വെച്ച് ID കാർഡ്സ് മറ്റു കാര്യങ്ങൾ ചെക്ക് ചെയ്തായിരുന്നോ പുള്ളിയുടെ? ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഓർഡർ ഡിനൈ ചെയ്തായിരുന്നു. കാരണം അവിടെ അത്രയും കോൺസെൻട്രേഷൻ, ഞാൻ അതിന്റെ റീസൺ പറഞ്ഞുതരാം. ഞങ്ങൾ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെ നിൽക്കണം. ഓൺ കമ്മിങ് ട്രാഫിക്കിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ അവിടെ 8 വെഹിക്കിൾ ഉണ്ടായിരുന്നു, ഒരു ഹേലി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 14 യൂണിറ്റ്സ് അവിടെ തന്നെ ആ പർട്ടിക്കുലർ പോയിന്റിലുണ്ട്. ഞങ്ങൾ 14 ഓഫീസേഴ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അവിടെ. അത്രയും കോൺസെൻട്രേഷൻ ഉള്ള ഓൺ കമ്മിങ് ട്രാഫിക്കിന് അവിടെ ഉള്ള ആൾക്കാരെ കണ്ടുകൂടാ. ലോഡ് ആവുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബേസിസിൽ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെയും കൊണ്ട് സ്പീഡിൽ ചെന്നിട്ട് കംപ്ലീറ്റ് പ്രോസസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള, കാരണം ഒരു ഹെൽക്കാറ്റ് വന്നു ആക്സിഡന്റലി ഹിറ്റ് ആയി പോയി. ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, അത് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി നിന്ന അദ്ദേഹത്തിന്റെ ലൈഫും ഞങ്ങളുടെ ലൈഫും റിസ്ക് ചെയ്യേണ്ടത്. ഞങ്ങളുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുന്ന കോൾസ് അവിടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഒരു വണ്ടി ഒരു യൂണിറ്റ് പുള്ളി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ആക്ച്വലി പുള്ളിയാണ് PD വെഹിക്കിൾ എടുത്തത്. പക്ഷെ പുള്ളിയുടെ കയ്യിൽ PD വെഹിക്കിൾ ഇരിക്കവെയാണോ നമ്മുടെ ഓഫീസേഴ്സ് പോയി അറസ്റ്റ് ചെയ്തത് പുള്ളിയെ? പിന്നെ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്? പുള്ളിയാണ് PD വെഹിക്കിൾ എടുത്തോണ്ട് പോയെന്നുള്ള നമ്മുടെ സൈഡിൽ നിന്ന്? കാരണം നമ്മുടെ സൈഡിൽ പറഞ്ഞോ മാർക്കോ. അതിനാണ് വേറെ ഓഫീസേഴ്സ് പോയെ. ആ ടൈമില് EMSന്റെ കോൾ അവിടെ കിട്ടിയായിരുന്നു. നമുക്ക് EMSന്റെ കോൾ കൊണ്ടാണ് ആ ഏരിയ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഏരിയ ചെല്ലുന്നത്. മനസ്സിലായോ? കാരണം അല്ലാതെ ഇവര് ഇവിടെ സർവൈലൻസ് ചെയ്യുന്നത് ഈ ഏരിയ. വൺ സെക്കൻഡ് മാർക്കോ, ഞാൻ ബാക്കിയുള്ള ഓഫീസേഴ്സിനെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. That's it, everyone. Good job, Ankur. Could you send in a summary in 10 minutes? Is that even possible? അതുപോലെ തന്നെ നമ്മള് സിറ്റിയില് ഒരു പർട്ടിക്കുലർ ആൾക്കാർ ആ ഏരിയയിലുള്ള എക്സിറ്റ് ആയിട്ടുള്ള കാറുകൾ പല ആൾക്കാരെ നമ്മള്
ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആര് അപ്പൊ സെർച്ച് നമുക്ക് കൺഫേം സാറേ ആ വഴി തന്നെ ഞാൻ പോയിട്ടുണ്ട് ആര് സെർച്ച് ചെയ്തില്ല സാർ നിങ്ങൾ ഷൂട്ടിംഗ് പോണതിന് മുമ്പ് ഞാൻ പുൾ ഓവർ ചെയ്തിട്ട് എത്ര വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡാറ്റാബേസ് ഉണ്ടോ? ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു പോയത് സാറേ. പക്ഷെ അവരെ ചോദിച്ചില്ല. ആ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. നമ്മളതല്ല, നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പൊ തെറ്റ് വന്നിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, ഒരാളുടെ ഒരു കോമൺ ഇതാണ്, അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് അറിയേണ്ടത്. അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളത് അയാളുടെ അവകാശമാണ്. ഓക്കെ, ഒരു മിനിറ്റ് അത് നമ്മൾ ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, അല്ല സാറേ, എന്നെ വണ്ടി നിറയ്ക്കുന്നത് ടേസ്റ്റ് ചെയ്യണ്ടാണ്. എന്റെ ID കാർഡ് ചെക്ക് ചെയ്യണത് മുന്നാണ് ഇത്. അതെന്തിനാണെന്ന് പറഞ്ഞുതരാമോ സാറേ? സാറേ മൾട്ടിപ്പിൾ ടൈംസ് ഇറങ്ങാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു. മൾട്ടിപ്പിൾ ടൈംസ് ഇറങ്ങാൻ വേണ്ടി റിക്വസ്റ്റ് നിർത്തി ഹെലി സാറേ 4 ചുറ്റ് വണ്ടി കൊണ്ട് നിർത്തിയ ഞങ്ങൾ എങ്ങനെ സാറേ ഡോർ ആണോ? പക്ഷെ പക്ഷേ അതെ സാറേ അതെ സാറേ ഞാൻ ഡൊമിറ്റോട് ചോദിച്ചോട്ടെ. ഡൊമിറ്റോ കോർണർ ചെയ്തിട്ടാണോ ഇറക്കാൻ ശ്രമിച്ചത്? അല്ലല്ല, ഇവരെ വെഹിക്കിളിനെ കോർണർ ചെയ്തോന്ന് 4 ചുറ്റും വെഹിക്കിൾസ് കൊണ്ടിട്ട് ഇതാക്കിയോ? കോർണർ ചെയ്തായിരുന്നു, ബോക്സ് ചെയ്തായിരുന്നു. പക്ഷെ ഇറങ്ങാനുള്ള സ്പേസ് ഇറങ്ങാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായില്ല സാറേ. മാർക്കോ ഉണ്ടായിരുന്നു അവിടെ? മാർക്കോ? പക്ഷെ സാറേ ആ സ്പേസിൽ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ 4 ഓഫീസേഴ്സ് ഡൊമിറ്റോ അല്ലാതെ വേറെ ഓഫീസേഴ്സ് ആരൊക്കെ ഉണ്ടായിരുന്നു? ഓക്കെ, നമ്മൾ എന്ത് ബേസിസിലാണ് ഇവരെ ബോക്സ് ചെയ്തത്? ചേസിലായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ ഇവര്? അല്ല ഞാൻ ഈ ചോദിച്ചില്ലല്ലോ സാറേ. സാർ ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന ആളിനോട് ഞാൻ ID കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളി വണ്ടി നിർത്തിയില്ല. അപ്പൊ വണ്ടി എടുത്തോണ്ട് പോയി. അതോട്ട് ആ വണ്ടി നിർത്തിയില്ല. നിങ്ങൾ വണ്ടി കയറി പോയില്ലേ? ചന്ദ്രബോസ് നടന്നു പോയിരുന്നല്ലേ? അല്ല അല്ല, അവിടെ ഞാൻ ID കാർഡ് ഞാൻ ജോയിങ് ചെയ്യാറുന്നില്ല അതുവഴി. അവിടെ ഒരു ടിവിയുടെ ഒരു ഫാമിലി വണ്ടി ഉണ്ടായിരുന്നു ഫ്ലീക്കയുടെ അവിടെ. എവിടെ? ഇല്ല സാറേ, അത് സാറ് ഞാൻ ആ വണ്ടി കണ്ടായിരുന്നു. ഞാൻ സാറിനെ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ വണ്ടി കടന്ന. പക്ഷെ ആ സാറ് ഹൈവേയിലാണ് പോയ വണ്ടി, അപ്പൊ നമുക്ക് കാണാൻ പറ്റും. വണ്ടിയിൽ പോയി ഓഫീസർ. ഓക്കെ ഓക്കെ, വണ്ടിയിൽ പോയി. അതും സസ്പീഷ്യസ് ആയിട്ട് വരാനുള്ള റീസൺ പുള്ളിക്കാരനെ അല്ല സാർ ടിവിയുടെ വണ്ടി ചെക്ക് ചെയ്തായിരുന്നു സാറേ. അല്ല, ഒരു കാര്യം ഞാൻ ഓഫീസറിനെ ചോദിച്ചോട്ടെ ദയവ് പ്ലീസ്. പുള്ളിയെ സസ്പീഷ്യസ് ആണെന്ന് ഫീൽ ചെയ്യാനുള്ള റീസൺ ടി.വി. ആ വർക്കുകളും പുള്ളിയുമായിട്ടുള്ള ഇതില് സസ്പീഷ്യസ് ഫീലിംഗ് വരാൻ നിങ്ങൾക്ക് എന്താ തോന്നിയത്? കാരണം ഞാനിപ്പോ ഇവിടെ നിന്ന് ചോദിക്കുന്നതിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ PDA ഞാൻ ഇങ്ങനെ നടത്തി ചോദിക്കുന്നതിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറ്റിക്കകത്ത് ഒരു 30% അപ്പുറത്ത് നിൽക്കുകയാണ്, സിറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഒരു 30% ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിവിടെ വെച്ച് എന്നെ ഇത് പറഞ്ഞു തീർക്കണം. അതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായോ ഓഫീസേഴ്സ്? ഓക്കെ, കാരണം 60% എന്ന് പറയുന്നത് സിറ്റിക്കകത്തുള്ള ഏറ്റവും വലിയ പോപ്പുലേഷൻ ആണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് ബാക്കിയുള്ളവരെ അഫക്റ്റ് ആകും ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവരെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ല PDയോട് ഒരു കാരണത്തിൽ. ഓക്കെ 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 സാർ, ഇതിനു മുമ്പ് പുള്ളി പറഞ്ഞോട്ടെ എന്തുകൊണ്ടാണ് സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തേ ഓഫീസേഴ്സിനെ പുള്ളിയെ? EMS ഒരു കോൾ ഔട്ട് എന്നായിരുന്നു. ടി.വി. ചന്ദ്രബോസ് എന്ന് പറയുന്ന ആള് ഡ്രസ് ഷോപ്പിന്റെ ചന്ദ്രബോസ് എന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞേ? ഞാൻ പുള്ളിനോട് ID കാർഡ് ചോദിക്കാം. നമ്മുടെ ഓഫീസറിനെ എങ്ങനെ തിരിച്ചറിഞ്ഞേ? നമ്മുടെ റേഡിയോയിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തായിരുന്നു. അല്ലല്ല, ഞാൻ അതല്ല, അത് ഓക്കെ ഡൊമിറ്റോ. EMS റെസ്പോണ്ട് ചെയ്തായിരുന്നു ചന്ദ്രബോസ് ആണ് വെഹിക്കിൾ എടുത്തോണ്ട് പോയതെന്ന്. അങ്ങനെ റെസ്പോണ്ട് ചെയ്തോ? നേരെ ഓക്കെ, ചന്ദ്രബോസ് ആണെന്ന്. ഓക്കെ, പുള്ളിയാണ് ചന്ദ്രബോസ് ആണെന്ന് താങ്കൾക്ക് അറിയായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, അതിനാണ് ID കാർഡ് ചോദിച്ചേ. ID കാർഡ് ചെക്ക് ചെയ്യുന്ന എന്നെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് ആരോ കണ്ടുപിടിച്ച പോലെയായിരുന്നു പോലീസുകാർ പോയിരുന്നത്. അതായത് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ ബാക്കിൽ 4 കാർ ഉണ്ടായിരുന്നു. 4 കാറിലെ ആൾക്കാരുണ്ടായിരുന്നു. സാറേ, നമുക്ക് കിട്ടിയ ഫസ്റ്റ് സെർച്ചിൽ ഉള്ള ഒരു ഓഫീസർ, അതായത് നമ്മുടെ ഫസ്റ്റ് സമയത്ത് ID ഷോ ചെയ്യുന്നില്ല, സസ്പെക്ട് ആയിട്ട് പറഞ്ഞു. അതായത് ID ചോദിച്ചില്ല, ID പ്രൊവൈഡ് മനസ്സിലായി. എന്തിനാണെന്നുള്ള ID ഷോ ചെയ്യാൻ റീസൺ ചോദിച്ചു. നമുക്കൊരു സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ട്, ഇതിൽ എക്സ്പ്ലനേഷൻ ഇതിലൊന്നും വിഷമിക്കാതെ ID അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ടൈം ഉണ്ടാവും. പുള്ളി അവിടെ ഉണ്ടെന്ന് EMS കറക്റ്റ് ആയിട്ട് പറഞ്ഞു.
പറഞ്ഞായിരുന്നു. அப்படி ஒரு EMS இல்ல சார். സാറേ സാറിന് എന്നാ ഏത് അത്ര EMS ആ കുഴപ്പമുണ്ടെങ്കിൽ സാറിന് ആ EMS ഒന്ന് വിളിച്ച് എന്റെ ഫ്രണ്ട് മോണ്ടർലി എന്ന് പറയുന്ന EMS മോണ്ടർലി. Guys, we need to resolve this. Okay, EMS ആരായിരുന്നു? പ്രശ്നമാണിത്, മോണ്ടർലി വലിയ പ്രശ്നമാണിത്. പുള്ളി ഉണ്ടോ റെഡിയല്ലേ? ചെക്ക് ചെയ്തേ. മോണ്ടർലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെന്ന് അറിയണമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. അതറിയണോ സാറേ? കാരണം നമ്മുടെ ഡ്രസ് അവർക്ക് ഡാറ്റാബേസ് ഉണ്ട് സാർ. മുന്നേ ഉള്ള ഒരു എന്ത് പറഞ്ഞാലും ഡാറ്റാബേസ് ഡൊമിറ്റോ പുള്ളി ആണ് വെഹിക്കിൾ ഓടിച്ചുകൊണ്ട് പോയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? കാരണം പീഡിയുടെ വെഹിക്കിൾസിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ? അതറിയത്തില്ല. ഇൻഫർമേഷൻ നമുക്ക് പാസ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചേടാ. മനസ്സിലായോ ഡൊമിറ്റോ? ഞാൻ വേറെ ഡ്രസ്സിലായിരുന്നു നമ്മള്. പിന്നെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യണം ഇത്ര കൃത്യമായിട്ട്? ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് ഓൾറെഡി പറഞ്ഞു പീഡി ബൈക്കിൾ നിങ്ങൾ എടുത്തു എന്നുള്ളത്. ഓക്കെ ഫൈൻ. തല പൊളിക്കുന്നു. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്തിരുന്നത് എന്താണ്? മീൻസ് ഈ ഡ്രസ് ഈ സെയിം ഡ്രസ് ആണോ യൂസ് ചെയ്തിരുന്നത്? ഇവിടെ വരുമ്പം ഒരു മറ്റേ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ജേഴ്സി പോലത്തെ ഒരു സാധനം. ഓക്കെ, ഇപ്പൊ നമ്മളെ ഈ പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് ഓക്കെ പുള്ളി ഏത് ഡ്രസ്സാ ഉപയോഗിച്ചോണ്ടിരുന്നത്? ഓഫീസേഴ്സ് അതിന് മുന്നേ സിറ്റുവേഷൻ വേറെ ഡ്രസ്സായിരുന്നു. അതായത് ഞാൻ ഗ്രീൻ ഷർട്ടും ഇപ്പൊ ഇട്ടേക്കുന്ന പാന്റും ആയിരുന്നു ഇട്ടേക്കണ. ഇപ്പൊ ഇട്ടേക്കുന്ന പാന്റ് ഒരു ഗ്രീൻ ഷർട്ടും ആയിരുന്നു. പീരിയഡ് സിറ്റുവേഷൻ നടന്നപ്പോ ഉണ്ടായിരുന്ന ഡ്രസ്. അല്ല സന്തോഷത്തോടെ ഞാൻ ഒരു ഡൗട്ട് കേട്ടോട്ടെ. സോ ഒരാളുടെ ഇതിലാണ് നമ്മൾ ഇത്രയും കാണിച്ചു കൂട്ടിയത് ആ EMSന്റെ അല്ലേ? അതെ അതെ. ഓക്കെ, അത് ഞാൻ EMS ആയിട്ട് അത് സംസാരിച്ചേക്കാം. ആ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. പുള്ളിക്കാരൻ ഡ്രസ് ഷോപ്പിൽ നിന്ന് കോൾ വന്നപ്പോ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു പുള്ളിയാണ് എന്നുള്ളത്? ഓക്കെ, ഹി ജസ്റ്റ് ഗിവൻ എ നെയിം, റൈറ്റ്? ഒരു പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ചന്ദ്രബോസ് ആണെന്നുള്ളത്. നമ്മുടെ ഓഫീസർ എങ്ങനെയാണ് പുള്ളിയെ തന്നെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്? നമ്മുടെ 10-300 പേര് നമുക്ക് ഉണ്ടല്ലോടാ. അതാണ് എനിക്ക് ഇതായിട്ട് ഫീൽ ചെയ്തത്. അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാനല്ലത്. ചെക്ക് ചെയ്തതാണ്. MDT ചെക്ക് ചെയ്തായിരുന്നു. എങ്ങനെയാണ് മനസ്സിലാവുക മാർക്കോ? ക്ലോസസ്റ്റ് സിറ്റിസൺഷിപ്പ് അറിയാൻ പറ്റും. അത് സാധനം ശരിയല്ലല്ലോ മാർക്കോ. അല്ല, ID ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ള നമുക്ക് പെർമിഷൻ ഉണ്ടല്ലോ. ചന്ദ്രബോസാന്ന് കൺഫേം ആക്കണ്ടേ? എന്തിനാണ് കൺഫേം ആക്കണേ? സാർ എന്നെ മാത്രമാണ് കൺഫേം ആക്കണ്ടേ? എന്റെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ല. അവരും ചെക്ക് ചെയ്തായിരുന്നു. ഹലോ പറഞ്ഞോ. അപ്പൊ വന്ന് പിക്ക് ചെയ്തു. സോ ഞാൻ പുൾ ഓവർ ഇട്ടു. ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണോ കൂടെ നിങ്ങളും കൂടെ ഇത് മറ്റേ വണ്ടി വിറ്റ് ചെയ്ത് ലൈക് വണ്ടി വിറ്റ് ചെയ്തു. ഗണ്ണ് എടുത്ത് കാണിച്ചു ലൈസൻസ് ചോദിച്ചപ്പോ. ഓ മീൻസ് പിന്നെ ഫയറിംഗ് ഇതായി. നിങ്ങൾ മറ്റേ പാർക്കിംഗ് അതൊക്കെ കഴിഞ്ഞ് ലൈക് പിന്നെ ഞാൻ ലൈസൻസ് ചോദിച്ചു. പുൾ ഓവർ ഇട്ടിട്ട് എന്താ ഡിലേ എന്ന് ചോദിച്ചു. പുൾ ഓവർ ഇട്ടിട്ട് കൊറേ കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് ടൈം എടുത്തു. 2 പുൾ ഓവർ ഇട്ടുള്ള മൂന്നാമത്തെ പുൾ ഓവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ ഞാൻ 2 പുൾ ഓവർ ഇട്ടു. അതെ ഒറ്റ സാറേ ഈ സിറ്റുവേഷൻ വിളിക്കണേ. മെമ്പർഷിപ്പ് ഗിഫ്റ്റ് കിട്ടി. സന്തോഷിച്ചോ? എന്നിട്ട് എന്തായി, ഞാൻ പുള്ളവർ ഇട്ട് പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ ആയി. ഞാൻ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ എന്തിനാണ് ഡയറക്റ്റ് പോയി. പിന്നെ ഒന്നും ടോക്ക് ഒന്നുമില്ല. നേരെ പിറ്റ് ചെയ്ത് സാറ് വന്ന് റോങ് സൈഡാണ് കയറിയ. റയാൻ സാർ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു റോങ് സൈഡാണ്, ഒന്ന് ചെക്ക് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ സീനിയർ ഓഫീസർ ലൈക്ക് അത് എന്തായാലും ആവട്ടെ. എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു. പുള്ളിക്കാരൻ പുൾ ഓവർ ചെയ്തു. ഞാൻ ലൈസൻസ് ചോദിച്ചു. ബട്ട് പുള്ളിക്കാരൻ എടുത്തത് AR ആണ്. ഞാൻ അകത്ത് വെക്കണം എന്ന് 3 ടൈംസ് പറഞ്ഞല്ലോ. 3 വട്ടം പറഞ്ഞു. പുള്ളിക്കാരൻ വെച്ചില്ല. സോ ഗണ്ണെടുത്ത് ഫയർ ചെയ്തു. ടയറിലോട്ട് വെടിവെച്ചു. അതിന്റെ ഇടയിൽ വെടിവെച്ചതിൽ ഇല്ല ഞാൻ ബാക്കിൽ ചേസിങ് ആയിരുന്നു. ഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
സാറേ സാറിനെ ഞങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിക്കുന്ന സ്നൈപ്പിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തായിരുന്നു വെടിവെച്ചതിന്റെ ഒരു കേസ്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പിറ്റിങ്ങില് ലൈക്ക് അത് സാർ അവിടെ എന്നോട് മെൻഷൻ ചെയ്തിട്ടില്ല. ആ ടോക്കില് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ചോദിച്ചേ. സാർ എന്നോട് പറഞ്ഞ ഇത് മതിയോന്ന് ചോദിച്ചു. കണ്ണെടുത്തില്ലേ സാറ് നമ്മളെ വണ്ടിക്ക് വന്ന് ഇടിച്ചോണ്ടിരുന്നു. പിന്നെ മന്ദാരത്തിനെ വണ്ടി ഓ അത് ഞാൻ സമ്മതിച്ചു. എന്നെടുത്ത് അകത്ത് വെക്കണമെന്ന് ഞാൻ എത്ര ടൈംസ് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം രണ്ട് സൈഡായി സാറേ. ഇനി കാരണമല്ല സാറേ, ഇനി കാര്യമില്ല. ഇപ്പൊ രണ്ട് സൈഡായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. സാർ എന്തിനാണ് വാദിക്കണേന്ന്? തീരട്ടെ ഒന്ന് തീരട്ടെ മാർക്കോ, നമുക്ക് അടുത്ത് തുടങ്ങാം. ലൈക്ക് പുള്ളിക്കാരനോട് ഞാൻ കുറെ ടൈംസ് പറഞ്ഞു ഗണ്ണെടുത്ത് വെക്കാന്. സോ പുള്ളിക്കാരൻ എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് വണ്ടി നിങ്ങൾ കൈ ഏറാണ്. സോ എനിക്ക് ഫിയർ ഉണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ പുള്ളിക്കാരൻ ഗണ്ണ് ചെയ്തിട്ടില്ല എന്നുള്ള സമയത്ത് താങ്കൾ താങ്കളുടെ ഹയർ ഓഫീസേഴ്സിനെ കൊടുത്തോ, റേഡിയോ കോൾ കൊടുത്തോ ബാക്കപ്പ് വരാൻ വേണ്ടി? ബാക്കപ്പ് വരാൻ വേണ്ടി കൊടുത്തു ചോദിച്ചു നോക്ക്. ടാർസൻ സാർ ഉണ്ട്. നിങ്ങൾ ബാക്കിയുള്ള ഓഫീസേഴ്സിനെ ഇൻഫോം ചെയ്തെന്നാണ് ചെയ്തു. വിക്രമാദിനോട് ചോദിച്ചു, ഗതാദ്രി, ടാർസൻ സാറ്, പിന്നെ ഏതോ മാം ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യാൻ റേഡിയോ ഒന്ന് കയറിക്കോട്ടെ. നെയിം നോക്കും. മാഡം അതേമാതിരി കുറച്ച് പേരുണ്ടായിരുന്നു. 4-5 പേര്, 4 അല്ല 5 കൂടുതൽ ആളുണ്ട്. പരിപാടി ഉണ്ടായിരുന്നേ. ആവശ്യമുണ്ടോ? അതാണ് സിറ്റുവേഷൻ ആയത്. അതിലാണ് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു PD ഓഫീസർ ഫസ്റ്റ് നമ്മളെ PD ഓഫീസറിനെ റയൻ സാറിനെ അടിച്ചിട്ടായിരുന്നു. സാറേ നിങ്ങൾ ഞങ്ങളെ പിറ്റ് ചെയ്യായിരുന്നു, മനസ്സിലായില്ല? അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സിറ്റുവേഷൻ ആയില്ലേ സാറേ? ഓ സാർ എന്റെ ഫയറിന്റെ ടയറിലോട്ട് ഫയർ ചെയ്തു. അതിന്റെ ഇടയില് റയൻ സാറിന്റെ ഞാൻ ഇപ്പൊ ഇടിച്ചോണ്ടാണ് നിങ്ങൾ ഫയർ ചെയ്തത്. അതുകൊണ്ടാണ് ഫയർ ചെയ്തത്. സാറിന് മനസ്സിലായില്ലേ ഇതുവരെ? അതുകൊണ്ടാണ് ഫയർ ചെയ്തത്. സ്നൈപ്പിന് ജയിലിൽ ഇട്ടതാണെന്ന്. സാറേ ഇതെല്ലാം റീസൺ, ഇതെല്ലാം ഒരു റീസൺ എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? സാർ അവിടെ മര്യാദയ്ക്ക് ആക്ട് ചെയ്തില്ലെങ്കിൽ സാർ ചാവത്തില്ലായിരുന്നു, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. സാറ് ചെയ്ത നന്മ പ്രവർത്തി ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ സാറേ വെറുതെ ഇരിക്കും സാറേ ചുമ്മാ. ഫയറിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ബാക്കിയുള്ള ഓഫീസറിനെ ഇൻഫോം ചെയ്തായിരുന്നു ഹയർ ഓഫീസറിനെ? ഏതായിരുന്നു ഹയർ ഓഫീസർ ആ സമയത്ത്? എന്താണ് കോയ? ഹയർ ഓഫീസർ ആരായിരുന്നു? റയാൻ സാറും ഇവര് ടാർസൻ സാറും ഒക്കെ തന്നെയാണ്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ആ ടൈമില് ഹയർ ഓഫീസേഴ്സ് ആരായിരുന്നു. അവരാണ് ഫയറിംഗ് ഇനീഷ്യേറ്റ് ചെയ്ത അവരാണ്. സോ ആ ഫയറിംഗ് ഇനിഷ്യേറ്റ് ചെയ്ത് രണ്ട് സൈഡിലും ഫയർ ആയോ കംപ്ലീറ്റ് ആയിട്ട്? പിന്നെ ഫയർ ആയില്ലേ? 8 പേരും ഡൗൺ ആയത്ര അത്രേ ഉള്ളു കേട്ടാ. കണ്ടൊരു വെടിയൊക്കെ പിന്നെ അവര് ലീവ് ആയി വന്നു. ഒരു കാര്യം ഒരു EMSന്റെ കോൾ പോയെന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്കില്ല. ഓക്കെ, PD റേഡിയോയിൽ റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് ഒരു അപാകത ചന്ദ്രബോസ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ കേസ്. ഓക്കെ, എന്തായാലും മെയിൻ മെമ്പേഴ്സ് ഇല്ലാതെ അവരുടെ കളിക്കത്തില്ല. അപ്പം സോ ഇതിനകത്ത് അതിനകത്ത് ഒരു ഓഫീസർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിച്ച രീതി ശരിയല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, അതിന്റെ പേരിലാണ് ഇത്രയും ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അതായത് PD സൈഡിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ കോൾ അനുസരിച്ച് അവർക്ക് ആളെ ഐഡന്റിഫൈ ചെയ്തു, PD വെഹിക്കിൾ എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു. പക്ഷെ അതിനിടയിൽ ആ ഒരു ഫോൾട്ട് കാണിച്ചു, അതൊരു ഇതാണ്. ഓക്കെ, ദെൻ നിങ്ങളുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരാളെ വന്ന് അനാവശ്യമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി,
ഓക്കെ, എങ്ങനെ മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല. കാരണം ആ സിറ്റുവേഷനകത്ത് നിങ്ങൾ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സോ മറ്റോ ഒരു ഇതും അറിയാതെ പീഡി വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള കേസ് നിങ്ങളുടെ ഭാഗവും ശരിയാണ് ആക്ച്വലി. ഓക്കെ, ഇത് ഒന്നുകിൽ നമുക്ക് ഇവിടെ വെച്ച് സംസാരിച്ച് ഇത് തീർക്കാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളുടെ ഏറ്റവും ഉയർന്നതിലുള്ള ആളുകളൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്കകത്തുള്ള കുറച്ച് സിറ്റിസൺസും കുറച്ച് പീഡിയും, ഇതിൽ ആര് ജീവൻ നഷ്ടപ്പെട്ടാലും അത് വിഷയമാണ്. ഓക്കെ, അത് മനസ്സിലായി സാർ, അത് മനസ്സിലായി സാർ. പക്ഷെ ഞങ്ങൾക്ക് നമ്മളിപ്പോ അടിച്ച് തീർത്ത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും നടക്കാനില്ല ഇവിടെ ആക്ച്വലി. ഓക്കെ, ഒന്നും സംഭവിക്കാനില്ല. എന്നും നടക്കുന്നത് പോലെ ഒരു ദിവസം മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. ട്രാഫിക് എത്ര വട്ടം കണ്ട്? അല്ല, ഞാൻ അത് ഫ്ലോയിൽ വന്നതാ, അല്ലാതെ അത്രേ ഉള്ളൂ സംഭവം. നമുക്കിപ്പം നമ്മളൊന്നും ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ ഒരുപാട് പേരുകൾ തമ്മിൽ തല്ലുന്നുണ്ട്. പീഡിയുടെ കേസ് ആയിരുന്നാലും ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ പോകത്തേ ഉള്ളൂ, അതിലൊന്നും ചേഞ്ച് ഉണ്ടാവത്തില്ല. ഓക്കെ, നമ്മളത് റിസോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ. സാറ് തിരിഞ്ഞിട്ട് സാറിന്റെ കൂടുതലുള്ളടത്തൊന്ന് ചോദിച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയാ സാറേ എന്താണ് ഞാൻ പറയല്ലേ. അല്ല സാറേ, എന്നാലും സാർ ചോദിച്ചു നോക്കിയാണ്. അത് കുഴപ്പമില്ല, അതായിക്കോട്ടെ. സോ നമുക്ക് റിസോൾവ് ചെയ്ത് പോകുന്നല്ലേ നല്ലത്. രണ്ട് കൂട്ടര് നിങ്ങളുടെ എന്തിനാണ് ഇവനെ സോൾവ് ആക്കണോ? നീ പോടാന്നൊക്കെ വിളിച്ചായിരുന്നു. സോറി പറയാൻ പറയണ്ട. ചന്ദ്രന്റെ ഡിസിഷൻ ഫൈനൽ എന്താന്ന് വെച്ചാ പറ. ചന്ദ്രൻ പറയുന്നത് പോലെ എടുക്കും. ചന്ദ്ര റെഡിയാണ്, നമ്മൾ അടിക്കാൻ റെഡിയാണ്. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വിടാൻ റെഡിയാണ്. നീ പറയുന്നത് എന്തിനാണ് അത് നമ്മള് ചെയ്യും. കാരണം നിന്റെ സിറ്റുവേഷൻ നീ പറയുന്ന കേൾക്കുന്നില്ലേ? നീ എന്ത് പറയുന്ന അതുപോലെ അടിക്കണമെങ്കിൽ അടിക്കാം, വിടണമെങ്കിൽ വിടാം. നീ പറയുന്നത് എന്താണ് അത് ഷെയർ റെഡിയാണ് നമ്മള്. നീ പറഞ്ഞ ആ സാറോ മാഡം അത് ആരാന്ന് വെച്ച് ഞാൻ ചന്ദ്രൻ, ഞാൻ അത് ഇന്റേണലി അതിന്റെ പണിഷ്മെന്റ് കൊടുത്തേക്കാം. കേട്ട് കഴിഞ്ഞാൽ സാറേ, അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസം പോകുമ്പോൾ ഈ ദിവസം പോകില്ല. അല്ല, ഞാൻ പറയുന്നത് കേട്ടോ, അത് അവര് നമ്മുടെ വീഡിയോ റൂൾസ് ആണ് അവര് ബ്രേക്ക് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അതിനുള്ള പണിഷ്മെന്റ് അവർക്ക് അത് കൊടുത്തോ സാറേ? വന്ന് നിന്ന ഒരു ഓഫീസറിനെ ഇത്രയും ആളുകളുടെ ഫ്രണ്ടിൽ വെച്ച് സോറി പറയുന്നത് അതൊരു നല്ല ഒരു കാര്യമല്ല. അതിനുള്ള ശിക്ഷ സോറിയും കാട്ടി വലുതല്ലേ. അവർക്ക് വേണ്ടി ഞാൻ സോറി പറഞ്ഞാൽ മതിയോ? സാറ് പറയണ്ട. സോറി പറയുന്നില്ല. സാറിനെ കൊണ്ട് നമ്മള് സോറി പറയിക്കുന്നില്ല, നമ്മളും പറയിക്കുന്നില്ല കേട്ടാ. നമ്മളല്ലാലും സാറിനെ കൊണ്ട് സോറി പറയിക്കുന്നില്ല കേട്ടാ. നീ പറയുന്നിടത്ത് നമ്മള് സാറിനെ കൊണ്ട് സോറി പറയിക്കുന്നില്ല. സാറേ നമ്മൾ സാറിന്റെ അടുത്ത് സോറി പറയണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായി സാറേ? സാറ് സോറി പറയണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. സാറ് പറയണമെന്നല്ല നമ്മൾ പറഞ്ഞത്. കഷ്ടപ്പെട്ട് കയറിയത് സാറാണ് കേട്ടാ. കഷ്ടപ്പെട്ട് കയറിയത് സാറായിരുന്നു കേട്ടാ. സാർ ഇത്രയും നേരം നമ്മുടെ അടുത്ത് മര്യാദക്ക് സംസാരിച്ചതിന്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ അത്രയും ഇതായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അല്ല സാറിന്റെ അടുത്ത് ഞങ്ങള് സാറിന്റെ അടുത്ത് പറയില്ല സാറേ. സാറ് സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. പോലത്തെ കപ്പലണ്ടി കുണ്ണുകളൊക്കെ വന്നാൽ ഇതുപോലെ ഞങ്ങൾ നല്ല വർത്താനം ഇനി പറഞ്ഞു വിടും സാറേ. ഞങ്ങൾ മിണ്ടാതിരുന്നത് നമ്മള് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സാർ സമ്മതിച്ചിട്ട് ഞങ്ങൾ ഇത്രയും നേരം ഇരുന്ന് മെസ്സ് അടിക്കാതെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് മര്യാദക്ക് സംസാരിച്ചത് അതുകൊണ്ടാണ് സാറേ. പറഞ്ഞോ സാറേ. വാസു, നമ്മള് ഇപ്പോ ഞാൻ നീറ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഒരു വ്യക്തി പറയുന്നെന്ന് കരുതി ഒരു എന്റെ ഓർഗനൈസേഷനെ നമ്മൾ ഒന്നോ രണ്ടോ പേരുടെ കാര്യം തന്നെ നമുക്ക് സീനുള്ളൂ. അല്ല അവ ആ പറഞ്ഞ സീനുള്ളവര് സോറി പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം തീർക്കാന്ന് നമ്മൾ പറഞ്ഞ. അല്ലാതെ ആ സീനുള്ളവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തമ്മിലടിക്കുക മാത്രമേ ഉള്ളൂ. സോറി പറഞ്ഞാല് ഇവരുടെ പ്രശ്നം തീരുമെന്നാണ് ഇവര് പറയുന്നത്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞ രീതി ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ തീർക്കാന്ന് പറഞ്ഞത്. സാർ ഒരു സീനിയർ ഓഫീസർ ആയിട്ട് പോലും ഇപ്പതാ ഇതിനകത്ത് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ ഇവന്മാരെ പോലത്തെ കുറെ അവന്മാര് പീഡിയിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ സാർ. അതാണ് ഞാൻ പറയുന്നത്.
അനുസരിക്കുന്ന PD ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അനുസരിക്കുന്ന PD ഓഫീസേഴ്സ് എങ്ങനെ സോർട്ട് ചെയ്യും സാറേ? നിങ്ങൾ സാർ ഞങ്ങളുടെ പെരുമാറുന്നത് പോലെ അല്ല ഇവിടുത്തെ ബാക്കി ഓഫീസേഴ്സിൽ ഇപ്പൊ വർത്താനം അടിച്ചിട്ട് പോയമാരെ മനസ്സിലായി വാസു, ഞാനും കൂടെ കേട്ടോണ്ടിരിക്കല്ലേ. അതിനുള്ള റിയാക്ഷൻ എന്റെ കയ്യിൽ നിന്ന് വന്ന് അങ്ങനെയാണെന്ന് വാസു അതും കേട്ടല്ലോ. സാർ അത് കേട്ട് സാർ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ രണ്ട് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ താല്പര്യമില്ലാത്തവര് പലരും കാണും. നിങ്ങളിപ്പോ ഇന്റേണലി കൊടുക്കുന്ന പണിഷ്മെന്റ്സ് എന്നൊക്കെ പറയണത് സാർ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലൊരുത്തന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയണത് അത് എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പോ അവരെ വിളിച്ച് നമ്മൾ ഇവർക്ക് അറിയാൻ നിന്ന നമ്മൾ അവസാനം വരുന്നത് അവരുടെ ലക്ഷ്യം അത് തന്നെ ആയിരിക്കാം. ഓക്കെ, അവരുടെ എയിം അതാണ്. അപ്പൊ അത് നമ്മൾ നടത്തി കൊടുക്കുന്നത് പോലെ ആയി പോകില്ലേ? വിളിച്ച് നമ്മൾ ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയണത് അത് എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പോ അവരെ വിളിച്ച് നമ്മൾ ഇവർക്ക് അറിയാൻ നിന്ന നമ്മൾ അവസാനം വരുന്നത് അവരുടെ ലക്ഷ്യം അത് തന്നെ ആയിരിക്കാം. ഓക്കെ, അവരുടെ എയിം അതാണ്. അപ്പൊ അത് നമ്മൾ നടത്തി കൊടുക്കുന്നത് പോലെ ആയി പോകില്ലേ? സ്വാമി ഒരു മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കല്ലേ, കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. ഓക്കെ, സോ അവരുടെ ലക്ഷ്യം അതാണ്. നമ്മളെ കൂട്ടുകാരും അടിച്ചങ്ങ് തീരുക. അവർക്ക് കുറച്ചുപേരെ അടിക്കണം, നിങ്ങൾക്ക് കുറച്ചുപേരെ ഇങ്ങോട്ട് അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുകയാണ് അവര്. അതല്ല നമ്മുടെ ഒരു ലക്ഷ്യം. മനസ്സിലായോ വാസു? PD എന്ന് പറയുന്നത് സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളവരാണ്, സിറ്റിസൺസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ളവരല്ല. എന്റെ അടുത്ത് പറഞ്ഞ ഓഫീസറിനെ അതെന്താന്ന് ഞാൻ നോക്കട്ടെ, ആരും നോക്കട്ടെ, അതിനുള്ള അവകാശം എനിക്ക് തരൂ. ഓക്കെ, അല്ല സാർ അവര് ജസ്റ്റ് സംസാരിച്ചേ. സോറി ചന്ദ്ര ഇപ്പൊ ഒരാളെ വിളിച്ചപ്പോ തന്നെ കണ്ടില്ലേ എന്താണ് റിയാക്ഷൻ? അവർക്ക് വേണ്ടത് അങ്ങനെയാണ്. അവർക്ക് വേണ്ട നമ്മൾ കൊടുക്കാം. ഓക്കെ, അത് നമ്മുടെ PD യൂണിഫത്തിൽ നിൽക്കുമ്പോഴല്ല. ഓക്കെ, മനസ്സിലായോ? ആ യൂണിഫത്തിന് ഒരു വിലയാണ്. മനസ്സിലായോ? നിങ്ങൾ ഇട്ടിരിക്കുന്ന നിങ്ങളുടെ ഡ്രസ്സിന് ഒരു വില ഉള്ളത് പോലെ ആ ഇട്ടിരിക്കുന്ന ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ഒരു വിലയുണ്ട്. അതുകൊണ്ടാണ് ആനന്ദ്. ഓക്കെ, ആനന്ദ് എന്താ ഓക്കെ, നമ്മളിവിടെ നമ്മുടെ ഡ്യൂട്ടി എന്താ സ്വാമി? സീരിയസ് ആയിട്ട് ചോദിക്കുക. നീ ഇത്രയും വർഷം പീഡിയിലുണ്ട്, എന്താ നമ്മുടെ ഡ്യൂട്ടി? പ്രൊട്ടക്ട് സിറ്റിസൺ അതോ എലിമിനേറ്റ് സിറ്റിസൺസ് ആണോ നമ്മുടേത്? പ്രശ്നക്കാരുണ്ടാവുമ്പോ അതിന്റെ രീതിയിൽ നമുക്ക് അതിന്റെ രീതിയിൽ പെരുമാറാം. ഓക്കെ, എന്ന് കരുതി നമ്മൾ എല്ലാവരോടും അതുപോലെ പെരുമാറുന്നതാണോ ശരി? എന്തുവാടാ എല്ലാ ഓഫീസേഴ്സും അവിടെ ഗണ്ണെടുത്ത് പറഞ്ഞ ഒറ്റ ഓട്ടോടാ. ഞാൻ വിചാരിച്ചു റേഡിയോയില് കോളെ കൊണ്ട് ഓട്ടോ. ഞാൻ നീല അവരോട് ഗണ്ണെടുത്ത ആരെന്ന് ഡൊമിറ്റോ ഒന്ന് കൺട്രോൾ ചെയ്തേ. ഗണ്ണെടുത്ത ആരാന്ന് ഡൊറിറ്റോസ് എന്തരന്നൊക്കെ പേരുകൾ ഇതൊക്കെ. ഡൊറിറ്റോസ് പോലും. ഹലോ പറഞ്ഞു. എടാ അവനോടെ കൽക്കി എടാ ഒരു കേസ്. പിന്നെ ചന്ദ്ര ആലോചിക്കണ കേട്ടെ, ഈ ഭരത് സാർ എന്നും കേറത്തില്ല ഇങ്ങനെ. ചന്ദ്ര 2-3 പേർക്ക് മാത്രമേ ഉള്ളൂ ഈ ഇത് ഒത്തു പാടുന്നുള്ളത്. ബാക്കി എല്ലായിടത്തിനും ഇതാണ്. ഇത്ര ഇവന്മാരോട് അടിക്കാനായിട്ട് തന്നെ വന്നതാ, വേറെ ഒന്നുമല്ല. ഇത്ര ഇവന്മാരെ നമ്മൾ അടിക്കാനായിട്ട് തന്നെ കയറിയതാണ്. നമുക്ക് ഇന്നത്തെ പോലെ ദിവസം ആക്കി കൊടുക്കാം. ചന്ദ്ര നിന്റെയാണ് ഡിസിഷൻ. നീ പറഞ്ഞോ, അടിക്കണമെങ്കിൽ അടിക്കാം, അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. നിനക്ക് നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചടിക്കാം. അതിപ്പോ ഓൾ ഡൗൺ ആയാലും എന്തായാലും കിട്ടുന്ന 2 എണ്ണത്തിനെ പറക്കിയിട്ട് തല്ലിയിട്ട് വീഴാം. അതിന് അമ്മ 50 പേരുണ്ടെങ്കിലും നല്ല കൊടുത്തേട്ടോ അവന്മാർക്ക്. ഒന്നുകൂടെ സംസാരിക്കാം. കാര്യമായിട്ട് സംസാരിച്ചല്ലേ, അപ്പൊ വേണമെങ്കിൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ. അല്ല, ഞാൻ വേറെ കാര്യം പറയാം ചന്ദ്ര. ഭരത് സാർ എന്ന് പറയണത് പുള്ളി കുറച്ച് അതിപ്പോ നമ്മളോടൊന്നല്ല എല്ലാരോടും പുള്ളിയുടെ ഒരു മര്യാദയിൽ സംസാരിക്കുകയും ഡീൽ ചെയ്യുന്ന ഒരാളാണ്.
പുള്ളിയുടെ അടുത്ത് നമ്മൾ ചെന്ന് അനാവശ്യമായിട്ട് അങ്ങനെ ട്രിഗർ ആക്കണമെന്നോ അങ്ങനെ ഇത് പറയണതിനോട് എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം അത് താല്പര്യമില്ല. പിന്നെ അവിടെ അവിടെ നിൽക്കുന്നവന്മാരില് നമ്മളെ അടിക്കണമെന്ന് താല്പര്യമുള്ളവന്മാര് അത് നമ്മളെ പുള്ളിയെ പോലും റെസ്പെക്ട് ചെയ്യത്തില്ല. അങ്ങനത്തെ ഗുണങ്ങളാണ് നമ്മളെ അടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന കൂട്ടത്തില്. അതുകൊണ്ട് അവന്മാരുടെ അടുത്ത് പോയി കൂടുതൽ ഇന്റേണലി ഇവന്മാരുടെ അടുത്ത് അടിയും. അത് ആരാണ് ആരാണ് സാവേജ്? അടങ്ങിയില്ലോ. അപ്പൊ എന്താന്ന് വെച്ചാ ഞാനാണെന്ന് വെച്ചാ അടിക്കണമെങ്കിൽ ചന്ദ്ര നീ പോയി വില ആ പീഡിയിലെ അമ്മമാരടുത്ത് മറ്റേ അമ്മമാരടുത്ത് എല്ലാം പോയിട്ട് നേരെ വന്ന് വെളിയിലിട്ട് അടിക്കാം. അതാണ് നല്ലത്. അല്ല എനിക്ക് അത് നമ്മളടുത്ത് കുറച്ച് കുറയണുണ്ട്. അവന്മാരെ ചേർത്തിട്ട് അവരുടെ അടുത്ത് അത് തന്നെ അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അവരുടെ സംസാരിച്ചാൽ മാത്രം മതി. വേറെ ഒരു കുഴപ്പം സോറി പറയണ്ട. അവര് സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രശ്നമില്ലെന്നേ പറയൂ ചന്ദ്ര. അല്ല പ്രശ്നം പറയാൻ കുഴപ്പമില്ലടാ. ഒന്ന് വരുമോ സാർ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനെ ഒന്ന് വിളിക്കുമോ? ചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. ഉണ്ടായിരുന്ന ഒന്ന് വരുമോ സാർ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനെ ഒന്ന് വിളിക്കുമോ? ചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. ഏത് സിറ്റുവേഷൻ ആണ് ഉദ്ദേശിച്ചത്? ചന്ദ്രനെ പിടിച്ചോണ്ടായ സിറ്റുവേഷൻ തൊട്ട് അതല്ലേ ഉദ്ദേശിച്ചത്? ചന്ദ്രനെ പിടിച്ച സിറ്റുവേഷൻ തൊട്ടുള്ളത് ആ ഓഫീസേഴ്സ് ആരൊക്കെയാ? ആരൊക്കെയാ ഫസ്റ്റ് ഓഫ് ഓൾ പേര് പറയടാ എന്റെ അടുത്ത്. കണ്ണൊക്കെ എന്തിനാ? അത് ഹോട്ട് ബാർ എന്നൊക്കെ മാറ്റി നിൽക്കാം. ഈ മാഡം ഉണ്ടായിരുന്നാ? മാഡം ഉണ്ടായിരുന്നല്ലടാ. ഹലോ മാഡം, എന്താ സിറ്റുവേഷൻ എന്നറിയായിരുന്നോ മാഡം? ഏത് സിറ്റുവേഷനാണ്? അതായത് ഞങ്ങളെ ഒരു ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വെച്ച് പിടിച്ചോണ്ട് പോയില്ലേ? അന്നേരം മാഡം അവിടെ വന്നിട്ട് എന്തൊക്കെ സംസാരിച്ചില്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്നും സംസാരിച്ചിട്ടില്ല സാറേ. ഹയർ ഓഫീസർ പറഞ്ഞു കഫ് ചെയ്യാൻ, ഞാൻ കഫ് ചെയ്തു. ചന്ദ്ര, ഇതിന്റെ കംപ്ലീറ്റ് ലീഡ് വന്നേക്കുന്നത് EMSന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, അവര് കാണിച്ച തെറ്റെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ഓക്കെ, അതൊഴിച്ച് അവര് ചെയ്തത് ഹയർ ഓഫീസറിന്റെ കോളും ആ EMSന്റെ കോളും EMSന്റെ ഇൻഫർമേഷൻസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതല്ലാതെ ഇപ്പം ഇവര് എന്താണ് ചന്ദ്രനോട് പെരുമാറിട്ട് ആരെങ്കിലും എന്താണ് ഒരു സിറ്റിസനോട് പെരുമാറുന്ന രീതിയിലല്ല പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, അല്ല സാറേ, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ കാണുന്ന ഈ 3-4 പേരല്ലേ അവിടെ അന്നേരം വന്ന് സംസാരിച്ചു. അതെന്താണെന്നുള്ളത് അത് ഞാൻ നോക്കുന്നുണ്ട്. അതെന്താ ഇത്ര വൾഗറായി പോയതിന്റെ കാര്യം എന്താണ്? ഓക്കെ, ഒരു ലൈസൻസ്, ഒരു ID കാർഡ് ചെക്ക് എന്തിനാണ് ഇത്രയും ലീഡ് വരെ എത്തിയെന്നുള്ളത് എനിക്കറിയണം. ഓക്കെ, ഒരു ID കാർഡ് ചെക്ക് നടത്തുമ്പോൾ ID കാർഡ് ചെക്ക് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ EMSന്റെ കോൾ അനുസരിച്ചാണ്. ഓക്കെ, അതും ഒരു ഇതുമില്ല. നമ്മൾ ഇന്ന ആളിനെ സെർച്ച് ചെയ്യുന്നു. ചന്ദ്രൻ നമ്മൾ സെർച്ച് ചെയ്യുന്നു. എവിടെ ഉണ്ടെന്നൊരു ലീഡ് കിട്ടി. നമ്മൾ ലീഡ് കിട്ടിയ സ്ഥലത്ത് പോയിട്ട് ഡ്രസ് ഷോപ്പിൽ സാറാണ് എന്നെ പിടി വണ്ടി വന്നിട്ട് എന്നെ സാറിന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ. അല്ലല്ല ഞാൻ പറയട്ടെ. എന്റെ കോളിലാണ് സാറിന് ബോക്സ് ചെയ്യാൻ പറഞ്ഞ ഞാനാണ്. ആ സാറില്ല. അല്ല, ആ സാറില്ല. ആ സാർ ഉണ്ടാവില്ല സാർ. ആ സാർ ഉണ്ടായിരുന്നെങ്കിൽ ആ സാറിന്റെ ആ സാറില് സിറ്റിസൺസ് ചെക്ക് ചെയ്തപ്പോ ലീവ് ചെയ്ത് കണ്ടിട്ട് ഞാനാണ് പുള്ളോറിട്ട് വന്നത്. ഞാൻ 3 പുള്ളോറിട്ട് 3 വണ്ടി തന്നില്ല. ഞാനാണ് കോളെടുത്ത് പിറ്റ് ചെയ്തോളാം. ബോക്സ് ചെയ്യാനും കോളെടുത്ത് ഞാൻ. അതിപ്പോ ചന്ദ്രനാണെന്ന് അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല അവര്. പക്ഷെ അത് അവിടെ ഇറങ്ങിയപ്പോ ചന്ദ്രൻ ഐഡന്റിഫൈ ചെയ്ത രീതി ശരിയായില്ല. അത് ഞാൻ പറഞ്ഞു.
ഓക്കെ അപ്പൊ സാറ് പണിഷ്മെന്റ് എടുക്കാന്നാണ് പറയണേ. ആ ഞാൻ പണിഷ്മെന്റ് എടുക്കാം, കാരണം അത് എടുക്കണം എനിക്ക്. കാരണം നമ്മുടെ ഇതിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള കുറെ റൂൾസ് ആണ്. അത് പാലിക്കാത്ത സ്വാമി ഒരു മിനിറ്റ്, അത് പാലിക്കാത്ത ആരായിരുന്നാലും എന്താണ് സ്വാമി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്വാമി, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു അല്ല ചന്ദ്ര, അല്ല ഞാൻ സാറിന് സംസാരിക്കാം. നമുക്ക് ഈ പ്രശ്നം വലുതായിക്കൊണ്ട് പോകാനാണെങ്കിൽ എളുപ്പം അത്. ഓക്കെ, രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മിൽ തല്ലും, അതേ ഉള്ളൂ. തമ്മി തല്ലു വാങ്ങിക്കാൻ വേണ്ടി വാങ്ങി വന്ന് നിൽക്കുമല്ലോ സാറേ കുറെ പേര്. ഇപ്പൊ തന്നെ നോക്കൂ, ഇപ്പൊ സാറ് സംസാരിച്ച് സോൾവ് ആയിക്കൊണ്ട് ഇരിക്കുന്ന ഇടയിൽ വീണ്ടും വന്നിട്ട് പറയണേ വെടി വെച്ച് എന്തെങ്കിലും ചോദിച്ചിട്ട് വരേണ്ട ആവശ്യം എന്തിനാണ്? ഞാൻ വരാം ഈ ഓഫീസേഴ്സ് എല്ലാം ഞാൻ വരാം. സാറേ മാന്യമായിട്ട് സംസാരിക്കട്ടെ, ഞാൻ സാറിനോട് സംസാരിക്കുന്നില്ല, മനസ്സിലായോ? മനസ്സിലായല്ലോ. കുറച്ച് റെസ്പെക്ട് തരട്ടെ, ഇനി വാ തരാം. കത്ത് കേറിപ്പോ. ഞാൻ ഓർഡർ വന്നോ കണ്ണെടുക്കാൻ? എന്നെ നാണം കെടുത്തല്ലേ ഇവിടെ ഒരു മാന്യത ഇല്ലാതെ വന്ന ഫ്രണ്ടിലോട്ട് കയറി വരുന്നേ. പിന്നെ നീയൊക്കെ ഇവിടെ പീഡിയായിട്ട് പനിച്ചോണ്ടിരുന്നോ? ഞാൻ പോകുന്നു. When I think about how I divide my time, it's very carefully. I'm Alex Diaz. I'm a professional marketer. ഒരു മാന്യത ഇല്ലാതെ വന്ന ഫ്രണ്ടിലോട്ട് കയറി വരുന്നേ. പിന്നെ നീയൊക്കെ ഇവിടെ പീഡിയായിട്ട് പനിച്ചോണ്ടിരുന്നോ? ഞാൻ പോകുന്നു. വേണ്ട ഇപ്പൊ ചെയ്യല, ഇപ്പൊ ഫയർ ഇട്ടാ, ഇപ്പൊ ഫയർ ചെയ്യുന്ന ഷോ കൊടുക്കും. അവ ഫയർ ചെയ്യട്ടവൻ. ഞാൻ പറഞ്ഞത് ഇതിനകത്തിരിക്കുന്ന അടിക്കണോന്ന് ഇന്റൻഷൻ ഉള്ള കൊണ്ടാണ്. എവിടെ ഉണ്ടാ സാർ ഭരത് സാർ ഞങ്ങൾ ഇത്ര നേരം നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ. സാറ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നോണ്ടാണ് ഇത്ര നേരം സംസാരിച്ചത്, മാന്യമായിട്ട് നമ്മൾ പെരുമാറിയത്. അങ്ങോട്ട് ആരും അടിക്കില്ല അതിനകത്ത്. അല്ല എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് സാറേ? ഇവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യം അടിക്കുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷെ സാറ് പറയുന്നതിന് ഒരു വാല്യൂ ഇല്ലാത്ത പോലെ തോന്നുന്നു. അതുകൊണ്ട് ബാക്കിലോട്ട് നിൽക്കേണ്ട ആവശ്യം ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളെ പീഡി ഫുൾ അകത്ത് നിൽക്കല്ലേ സാർ? അപ്പൊ ബാക്കിയുള്ള പീഡികൾ എന്ത് ചെയ്യുന്നതാണ്? ബാക്കി ഒന്നും കറങ്ങിക്കേണ്ട ആവശ്യം എന്തിനാ? സാറ് പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ കാണത്തില്ല. ഓക്കെ സാർ, സാറ് പറഞ്ഞോ. നോക്കടാ, വിട്ടേ ഈ പ്രശ്നം വേണ്ട. നമുക്ക് ഇത് അടി വേണ്ട സാറേ. നമ്മള് ഡ്രോപ്പ് ചെയ്ത് ഇതാണ് ഇത്ര വൾഗറായിട്ട് ഇനി കൊണ്ടുപോകാൻ വേണ്ട. വിട്ടു. പുള്ളി വെറുപ്പിക്കുന്ന പോലെ അവിടെ ഇനി നമ്മളാ സിറ്റുവേഷൻ എടുത്താലാടാ. പുള്ളിനെ ഒരുമാതിരി വെറുപ്പിക്കുന്ന പോലെ ഇപ്പോടാ. വേണ്ട സംസാരിച്ചിട്ടെ വെറുപ്പിക്കുന്ന പോലെ വേണ്ട, അത് വിട്ടായിരുന്നു.